ദുനിയാവല്ല സഹോദര, ആഖിറം നമുക്ക് നന്നാവുന്നൊരു നീയത്തിൽ ഇവിടെ ഇരിക്കണം. ഒന്നാമതായി. രണ്ടാമതായി, ദുനിയാവിന്റെ കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിവിടെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയേ, ഞാനിവിടെ മദ്ഹ് ചൊല്ലിയിട്ട് ഇവിടെ ദിക്റിലേക്കും സ്വലാത്തിലേക്കും കിടക്കുമ്പോൾ ഹൃദയാന്തരങ്ങൾക്കുള്ളിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ഉറക്കെ സ്വലാത്ത് ചൊല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന മുഹമ്മദ് മുസ്തഫ, മഹാനായ മുത്തുളി മുഹമ്മദ് മുസ്തഫ, ആമിനാന്റെ സ്നേഹക്കടലായ മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ളയുടെ ഹൃദയത്തിന്റെ തുടുപ്പായ മുഹമ്മദ് മുസ്തഫ, ലോകത്തെ കോടാനകോടി മുസൽമാന്റെ ഹൃദയത്തിന്റെ തുടിപ്പായ കണ്ണിലെ കൃഷ്ണമണിയായ സ്നേഹത്തിന്റെ കടലായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയത്തിലോ അവിടുത്തെ അധിനിവേശത്തിലുമായിരിക്കണം നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലേണ്ടത്. ഒരേ ഒരു ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കൊടുമ്പിരി കൊള്ളുന്ന ഉഹദ് യുദ്ധം നടക്കുകയാണ് ചെറുപ്പക്കാരാ. ഉഹദ് യുദ്ധം നടക്കുകയാണ്. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൽത്തടങ്ങൾ അവിടുന്ന് പരിക്ക് പറ്റി, ശത്രുക്കൾ അവിടുന്ന് പരിക്ക് പറ്റിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ കവിളവിടുന്ന് പൊട്ടുകയാണ്. ആ ഭാഗത്ത് നിന്ന് റിസാലത്തിന്റെ രക്തം ഇങ്ങനെ ഒലിക്കുന്നു. ഹബീബിന്റെ രക്തത്തിൽ, ഹബീബിന്റെ കവിളുകളിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുന്നു. ലോകത്തേതെങ്കിലും ഒരാളുടെ രക്തം അവിടെ നിന്ന് നജസല്ലാതിരുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ രക്തമാണ്. എന്റെയും നിങ്ങളുടെയും രക്തം നജസാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ രക്തം നജസാണോ? റസൂലുള്ളാഹിന്റെ നജസല്ല, റസൂലുള്ളാഹിന്റെ രക്തം നജസല്ല. എന്റെയും നിങ്ങളുടെയും രക്തം അവിടെ നിന്ന് നജസാണ്. ആ അഷ്റഫുൽ ഖൽഖിന്റെ മുഖത്ത് നിന്ന് ഉഹദിൽ പറ്റിയ പരിക്കിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്നു രക്തോ. ആ ഒഴുകി വരുന്നത് കണ്ടിട്ടൊരു സ്വഹാബി ഓടുന്നു. മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഓടുകയാണ്. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് മുത്തുനബിയുടെ മുഖത്ത് നിന്ന് വരുന്ന രക്തത്തുള്ളികൾ കണ്ടിട്ട് വേദനിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു സിനാൻ എന്ന് പറയുന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് തന്റെ ചുണ്ടടുപ്പിക്കുകയാണ്. ആ ചുണ്ടിനെ ചേർത്ത് വെപ്പിക്കുകയാണ്. ആ ചുണ്ടവിടുന്ന് ചേർത്ത് വെച്ചിട്ട് മുറുകെ പറ്റിയ ആ സ്ഥലത്ത് നിന്ന്, ആ റിസാലത്തിന്റെ പൂമേനിയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ രക്തം അവിടുന്ന് ഊറിയെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മാലിക് ഇബ്നു സിനാൻ എന്ന് പറയുന്ന സ്വഹാബിയായ ധീരനായ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ രക്തം കുടിക്കുന്നു. ദുനിയാവിൽ എന്റെയും നിങ്ങളുടെയും രക്തം കുടിക്കൽ ഹറാമാണ്. കാരണം എന്റെയും നിങ്ങളുടെയും രക്തം എന്താണ്? അത് നജസാണ്. റസൂലുള്ളാഹിന്റെ രക്തം നജസല്ല. ഈ ചരിത്രം പറയുന്നത് കേൾക്കുമ്പോ ഹൃദയം തുടിക്കണോ? ഖൽബിന് അവിടുന്ന് വല്ലാത്ത വിഷമമുണ്ടാകണോ? ഉഹദിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കവിളിൽ പരിക്ക് പറ്റി, ശത്രുക്കളുടെ പ്രഹരമേറ്റു. ആ പ്രഹരത്തിൽ നിന്നിങ്ങനെ ഒഴുകുന്നു രക്തോ. സ്വഹാബികൾ കരയുകയാണ്. ആ സ്വഹാബിമാരുടെ ഇടയിൽ നിന്നാണ് മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു ഓടുന്നത്. ആർത്തിയോടുകൂടി ഓടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കവിളിലേക്ക് തന്റെ രണ്ട് ചുണ്ടുകൾ വെച്ചിട്ട് ആ റസൂലുള്ളാഹിന്റെ രക്തം അങ്ങനെ കുടിക്കുകയാണ്. അതിനെ വലിച്ചെടുക്കുകയാണ്. ആവേശത്തോടുകൂടി ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ബ്ലഡ് കുടിക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മഹാനായ ഹബീബ് പറഞ്ഞു, മാലിക് ഇബ്നു സിനാനെ ഒന്ന് നിർത്തൂ. ആ രക്തം നിങ്ങൾ തുപ്പിക്കളയൂ, നിങ്ങളത് കുടിക്കരുതേ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നീ ആ രക്തം അവിടെ നിന്ന് തുപ്പിക്കള മാലിക്. മഹാനായ മാലിക് ഇബ്നു സിനാൻ പറയാണ്, യാ റസൂലല്ലാഹ് വല്ലാഹു ലാ അമുജ്ജുഹു യാ റസൂലല്ലാഹ്. ഈ റിസാലത്തിന്റെ രക്തം ഞാൻ അവിടെ നിന്ന് തുപ്പിക്കളയില്ല റസൂലേ, ഞാനങ്ങ് കുടിക്കുന്ന ഹബീബേ. ഈ രക്തം എന്റെ ഞരമ്പുകളിലൂടെ ഓടട്ടെ നബിയേ,
എന്റെ പാപങ്ങൾ അവിടുന്ന് തീരട്ടെ നബിയേ, എന്റെ റൂഹ് അവിടുന്ന് സംശുദ്ധമാകട്ടെ നബിയേ. അള്ളാന്റെ റസൂല് വീണ്ടും പറഞ്ഞു, അനസേ തുപ്പിക്കളയുമോനെ, അനസേ മാലിക്കേ തുപ്പിക്കളയടാ. അള്ളാഹുവിന്റെ റസൂലിനോട് വീണ്ടും മാലിക് ഇബ്നു സിനാൻ പറയാ, വല്ലാഹു ലാ അബുജ്ജഹു യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, എന്റെ ഈ അവസരം ഞാൻ പാഴാക്കില്ല. എപ്പോഴാ ഈ രക്തം ഞാൻ അവിടുന്ന് കുടിച്ചെന്റെ അകത്തേക്ക് പോവുകയാണ്, എന്റെ റൂഹ് സംശുദ്ധമാവുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കേൾക്കാതെ അനസ് അവിടുന്ന് കുടിച്ചു. ഒരുപാട് സമയം അവിടുന്ന് യുദ്ധം കൊടുമ്പിരി കൊണ്ടിട്ട് ഷഹീദന്മാരെ പറക്കിയെടുക്കാൻ സ്വഹാബികൾ ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് സ്വഹാബികളെ വിളിക്കുന്നു. എന്നിട്ടൊരു മയ്യത്തിലേക്ക് വിരല് ചൂണ്ടുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, മൻ അറാദ അയ്യല്ലുറ ഇലാ റജുൽ മിൻ അഹ്ലിൽ ജന്നാ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും സ്വർഗത്തിന്റെ വലിയ പദവികളിലുള്ള ഒരു ചെറുപ്പക്കാരന് മോഹമുണ്ടോ കാണാൻ? അങ്ങനെ കാണാനുള്ളവർ ഫൽയല്ലുറു ഇലാ ഹാലി, ഫൽയല്ലുറു ഇലാ ഹാലാ, ഈ മയ്യത്തിലേക്കൊന്ന് നോക്കൂ. എല്ലാരും നോക്കുമ്പോ അനസ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു സിനാന്റെ മയ്യത്താണ്, മാലിക് ഇബ്നു സിനാന്റെ മയ്യത്താണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയാ, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു ചെറുപ്പക്കാരനെ ഉഹദിന്റെ മണ്ണിൽ വെച്ച് ഞാൻ കാണിച്ചു തരട്ടെ. സ്വർഗത്തിന്റെ വലിയ ഉന്നതിയിലുള്ള ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു സിനാനാണ് ഈ മരിച്ചു കിടക്കുന്ന, ഷഹീദായി കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം മണിക്കൂറുകൾക്ക് മുമ്പ് റസൂലുള്ളാഹിന്റെ പരിക്കിൽ നിന്ന് ഊറ്റിയെടുത്ത മാലിക് ഇബ്നു സിനാൻ ശത്രുക്കളുടെ അമ്പെയ്ത്തുകൊണ്ട് പിടഞ്ഞു മരിച്ചപ്പോ അള്ളാന്റെ റസൂൽ ആ മയ്യത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു മരിച്ചവരിൽ സ്വർഗത്തിന്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ച് മാലിക് ഇബ്നു സിനാന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചെറുപ്പക്കാരാ, ആ മാലിക് ഇബ്നു സിനാന്റെ സിരകളിൽ ഒഴുകിയത് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ബ്ലഡാ. എന്തൊരു ഈമാനാ, എന്തൊരു സ്നേഹമാ, എന്തൊരു ചരിത്രമാ, എന്തൊരഴകാ. ഒരു രാജകുമാരനെ പോലെ ഉഹദിന്റെ രണാങ്കണത്തിൽ അനസെന്ന ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു സിനാൻ കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ അതുപോലെ സ്നേഹിക്കാൻ ഈ സ്വലാത്ത് മജ്ലിസിന് കഴിയട്ടെ, ഇവിടത്തെ ഉമ്മമാർക്ക് കഴിയട്ടെ. ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയല്ല, എന്റെ കർമ്മങ്ങളാ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളെ കാറിലാണെങ്കിലും ഒരു തസ്ബീഹ് കയ്യിൽ വെച്ചോ, നിങ്ങളെ ഫ്ലൈറ്റിലാണെങ്കിലും ഒരു തസ്ബീഹ് കയ്യിൽ വെച്ചോ, നിങ്ങൾ ട്രെയിനിലാണെങ്കിലും ഒരു തസ്ബീഹ് കയ്യിൽ വെച്ചോ. എന്നിട്ട് ചൊല്ലു സ്വലാ, റസൂലുള്ളാഹിനെ വിളിച്ചോ. പടച്ചവരെ, ഒരു യാത്രികരാണ്, പതികരാണ് ഞാൻ. സഹോദരങ്ങളെ, ആശിഖീങ്ങളായ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയാണ്, ഞാൻ ഏത് യാത്രയിൽ പോകുമ്പോഴോ എന്റെ കയ്യിൽ ഒരു കൗണ്ടർ ഉണ്ടാകും. എന്തിനാ? സ്വലാത്ത് ചൊല്ലി എന്ന് പറയലല്ല, സ്വലാത്ത് ചൊല്ലി എന്ന് പറയലല്ല. ദലായിലുൽ ഖൈറാത്ത് ചൊല്ലണോ, നാരിയത്ത് സ്വലാത്ത് ചൊല്ലണോ, സ്വലാത്തുൽ അഅ്ലം ചൊല്ലണോ, സ്വലാത്തുൽ കുബ്ര ചൊല്ലണോ, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണോ. എത്ര സ്വലാത്തുകളാ റസൂലുള്ളാഹിക്ക് ചൊല്ലാനുള്ളത്.